55 സങ്കീർത്തനത്തിന്റെ 22 വാക്യത്തിൽ ദൈവത്തിന്റെ ഭക്തൻ ഇങ്ങനെ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു: നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും. നീതിമാൻ കുലുങ്ങിപ്പോകുവാൻ അവൻ സമ്മതിക്കില്ല. ഹല്ലേലൂയ. നീതിമാൻ കുലുങ്ങിപ്പോകാൻ ഒരു നാളും സമ്മതിക്കില്ല. ഇന്നത്തെ ശാലോം സന്ദേശത്തിൽ കർത്താവ് തരുന്ന ദൂത് ഇതാണ്: നമ്മുടെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക. പ്രാർത്ഥനയിലൂടെ, ദൈവശബ്ദം കേൾക്കുമ്പോൾ പ്രാർത്ഥനയിലൂടെ നാം അപേക്ഷിക്കുന്ന നമ്മളുടെ അപേക്ഷകൾ നാം ഭാരം ഇറക്കി വെക്കുമ്പോൾ കർത്താവ് നമ്മെ പുലർത്താൻ ശക്തനാണെന്നാണ് നമുക്ക് ദൈവം തരുന്ന ഉറപ്പ്. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്നവന്റെ ഭാരത്തെ ദൈവം എടുത്ത് മാറ്റും. ദൈവശബ്ദം കേൾക്കുന്നവന്റെ ഭാരത്തെ ദൈവം എടുത്ത് മാറ്റും. അപ്പൊ ഇതൊരു ദൈവപ്രവൃത്തിയാണ്. ഭാരം ദൈവസന്നിധിയിൽ ഇറക്കി വെക്കുക. ദൈവം നമ്മെ ആശ്വസിപ്പിക്കും, ധൈര്യപ്പെടുത്തും. ഹല്ലേലൂയ. ഒരുപാട് പേര് അവരുടെ ജീവിതത്തിൽ എടുക്കാൻ കഴിയാത്ത ഒരുപാട് ഭാരങ്ങളുമായി നടക്കുക. എവിടെ ഇറക്കി വെക്കാൻ അവർക്ക് പറ്റുന്നില്ല. പ്രാർത്ഥിക്കാൻ പോകാൻ ആഗ്രഹമുണ്ട്, പ്രാർത്ഥനയിൽ ഈ വിഷയമൊക്കെ ഇറക്കി വെക്കണമെന്നുണ്ട്. പക്ഷെ ആരോട് ഷെയർ ചെയ്യും? എങ്ങനെ അത് പരിഹരിക്കപ്പെടും? ഇന്ന് പരിശുദ്ധാത്മാവ് ആ ദൂത് പറയുമ്പോൾ നിങ്ങളുടെ ഭാരം, കർത്താവേ, എൻ്റെ ഭാരം, എൻ്റെ വിഷമം, എൻ്റെ പ്രശ്നം അങ്ങയുടെ കാഴ്ചവട്ടിൽ ഞാൻ വെക്കുകയാണ്, അവിടെ എനിക്ക് പരിഹാരം തരണമെന്ന് പ്രാർത്ഥിച്ചാൽ നിശ്ചയമായും നിങ്ങളോട് പരിശുദ്ധാത്മാവിന് സംസാരിക്കാനുണ്ട്. 37 സങ്കീർത്തനത്തിന്റെ 5 വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ നിന്റെ വഴി യഹോവയെ ഭരമേൽപ്പിക്കുക, അവനിൽ തന്നെ ആശ്രയിക്കുക, അവൻ അത് നിർവഹിക്കും. കർത്താവെ, എൻ്റെ വിഷയത്തെ അവിടുന്ന് ഇടപെടണം. എൻ്റെ ഭാരം നിന്റെ കയ്യിൽ സമർപ്പിക്കുകയാണ്. എനിക്ക് വേണ്ടി പ്രവർത്തിക്കണം. എൻ്റെ കുഞ്ഞിൻ്റെ വിഷയം, എൻ്റെ വീടിൻ്റെ വിഷയം, എൻ്റെ ജോലിയുടെയും ഭാവിയുടെയും വിഷയം, ഇതൊക്കെ കർത്താവ് പ്രവർത്തിക്കണമെന്ന് ദൈവത്തോട് ആത്മാർത്ഥമായി പറഞ്ഞാൽ കർത്താവ് ഒരിക്കലും അവരെ കൈവിടത്തില്ല, ഒരിക്കലും ഉപേക്ഷിക്കത്തില്ല. ഹല്ലേലൂയ. ദൈവത്തിൽ ആശ്രയിക്കുന്നവനെ ദയ ചുറ്റിക്കൊള്ളും. ദൈവത്തിൽ ആശ്രയിക്കുന്നതിന് വേണ്ടി ദൈവം തക്ക സമയത്ത് കരുതും. അതുകൊണ്ട് അവൻ നിങ്ങൾക്കായി കരുതുന്നതാകൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവന്റെ മേൽ ഇട്ടുകൊള്ളുവീൻ. ഒരുപാട് ആകുലങ്ങളുണ്ട്, ഒരുപാട് വിഷമങ്ങളുണ്ട് നിങ്ങൾക്ക്. എന്നാൽ അത് കർത്താവിന്റെ അടുക്കലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാനായിട്ടാണ് കർത്താവ് പറയുന്നത്. യിരെമ്യാപ്രവചനം 32:27 വാക്യം: ഞാൻ സകല ജഡത്തിന്റെയും ദൈവമായ യഹോവയാകുന്നു, എനിക്ക് കഴിയാത്ത വല്ല കാര്യമുണ്ടോ? ഹല്ലേലൂയ. ഇതൊരു പ്രോമിസാണ്. ഇതൊന്ന് നിങ്ങൾ ഈ വചനം എടുത്ത് പ്രാർത്ഥിക്കണം. യഹോവയായ ദൈവം പറയാണ്, ഞാൻ സകല ജഡത്തിന്റെ ദൈവമായ യഹോവ, എനിക്ക് കഴിയാത്ത വല്ല കാര്യമുണ്ടോ? അതെ, ഭാരങ്ങൾ ഇറക്കി വെക്കാൻ പറയുമ്പോൾ എനിക്ക് സകലതും പരിഹരിക്കാൻ പറ്റും. ആ പരിഹരിക്കാൻ പറ്റുന്നവന്റെ അടുക്കലേക്കാണ് നമ്മുടെ ഭാരങ്ങളെ ഇറക്കി വെക്കുന്നത്. ഹല്ലേലൂയ. മറ്റാരോടും പറയാൻ കഴിയാത്ത ഒരുപാട് വിഷമങ്ങളൊക്കെ ഉണ്ടല്ലോ, മറ്റാർക്കും പരിഹരിക്കാൻ കഴിയാത്ത പ്രശ്നങ്ങളുണ്ടല്ലോ. അതൊക്കെ കർത്താവിന്റെ അടുക്കൽ, കർത്താവ് ഇതാ ഞാൻ സമർപ്പിക്കുന്നു, അവിടുന്ന് എനിക്ക് മറുപടി തരണം, അവിടുന്ന് എനിക്ക് വേണ്ടി പ്രവർത്തിക്കണം, അവിടുന്ന് എനിക്ക് വേണ്ടി എഴുന്നേൽക്കണമെന്ന് പ്രാർത്ഥിച്ചാൽ ഈ ദൈവം ഒരിക്കലും ആ വിഷയം തള്ളിക്കളയുകയില്ല. തക്ക സമയത്ത് തന്നെ അവൻ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുകയും അത്ഭുതങ്ങളെ ചെയ്യും. ഹല്ലേലൂയ. യിരെമ്യാപ്രവചനം 32:17 വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്: നീ നിന്റെ മഹാശക്തി കൊണ്ടും നീട്ടിയ ഭുജം കൊണ്ടും നീ ആകാശത്തെയും ഭൂമി ഉണ്ടാക്കി, നിനക്ക് അസാധ്യമായതൊന്നുമില്ല. ഹല്ലേലൂയ. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവം. യോഹന്നാന്റെ സുവിശേഷം 17:2 വാക്യത്തിൽ എഴുതിയിരിക്കുന്നു: നീ അവന് നൽകിയിട്ടുള്ളവർക്കെല്ലാം അവൻ നിത്യജീവൻ കൊടുക്കേണ്ടതിന് നീ സകല ജഡത്തിന്മേലും അവൻ അധികാരം നൽകിയിരിക്കുന്നു. ആമേൻ. യേശുവിന് സകലത്തിന്റെ മേലും അധികാരമുണ്ട്. ഹല്ലേലൂയ. ആ കർത്താവിനോട് പ്രാർത്ഥിക്കും. കർത്താവ് പറഞ്ഞില്ലേ, എൻ്റെ നാമത്തിൽ നിങ്ങൾ പിതാവിനോട് പറ, ദൈവം അത് ചെയ്തു തരും. ഹല്ലേലൂയ. എൻ്റെ നാമത്തിൽ പറ. അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ യേശുവിൻ നാമത്തിൽ തന്നെ എന്ന് പറയുന്നത്, യേശുവിൻ്റെ പേരിൽ പറഞ്ഞു, എൻ്റെ പേരിൽ പറഞ്ഞു, ദൈവം അത് ചെയ്തു തരും. ആമേൻ. ദൈവം അങ്ങനത്തെ ഒരു വഴി തുറന്നു വെച്ചിരിക്കുക. ഹല്ലേലൂയ. യേശുവിനെ കൈക്കൊണ്ട് യേശുവിൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്ക് ദൈവത്തിന്റെ മക്കളാകാൻ തന്നെ അധികാരം ദൈവം തന്നിരിക്കുക. യേശുവിനെ സ്വീകരിക്കുക എന്നുള്ളതാണ്. യേശുവിൻ്റെ പേരിൽ നാം പറയുമ്പോൾ നമ്മുടെ ആവശ്യങ്ങളും നമ്മുടെ വിഷയങ്ങളും യേശുവിൻ്റെ പേരിൽ പരിഹരിക്കപ്പെടുകയാണ്. അതെ, കർത്താവ് നിങ്ങൾക്ക് വേണ്ടി തന്റെ പരിഹാരത്തിന്റെ കരം നീട്ടും. റോമാലേഖനം അതിന്റെ 10 വാക്യത്തിൽ ഇരിക്കുന്നു: അവരിൽ വിശ്വസിക്കുന്ന ഒരുത്തരും ലജ്ജിച്ചു പോകയില്ല. അവൻ വിശ്വസിക്കുന്നവരാരും ലജ്ജിച്ചു പോകയില്ല. ആമേൻ. ഫിലിപ്പി ലേഖനം 4 വാക്യത്തിൽ ആകുലങ്ങളെയും വിചാരങ്ങളെ കുറിച്ച് പറയുകയാണ്: നിങ്ങൾ ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാറ്റിനും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ ദൈവത്തോട് പറ. എന്നാൽ ദൈവം സകല ബുദ്ധിയെയും കവിയുന്ന ദൈവ സമാധാനം കൊണ്ട് നിങ്ങളെ നിറയ്ക്കും. അത് നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും കാക്കും. ബുദ്ധിയെ കവിയുന്ന, വിചാരങ്ങളെ കവിയുന്ന
ഒരു സമാധാനം ദൈവം നിങ്ങൾക്ക് തരും. ഹല്ലേലൂയ. ആകുലപ്പെട്ട് ഭാരപ്പെട്ട് എൻ്റെ വിഷയം ആരും ചുമക്കാനില്ല, ആരും എടുക്കാനില്ല. യേശു തന്നെ പറഞ്ഞില്ലേ, മത്തായി സുവിശേഷം 11-ാമത്തെ അധ്യായത്തിന്റെ ഒടുവിലത്തെ വാക്യത്തിൽ 28-ാം വാക്യം, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വാ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വിഷയം ഇറക്കി വെക്കാൻ എനിക്ക് എൻ്റെ അടുക്കൽ കൊണ്ടുവച്ചോ, ഞാനത് പരിഹരിക്കാം. ഹല്ലേലൂയ. അതെ, നിങ്ങളുടെ വിഷയങ്ങൾ തുറന്ന് കർത്താവിന്റെ സന്നിധിയിൽ പറയാൻ അല്പസമയം ഒന്ന് വേർതിരിച്ചേ, ആ കാഴ്ചവട്ടിൽ നിന്ന് പറഞ്ഞേ, കർത്താവ് അത് പരിഹരിക്കും, കർത്താവ് ഇടപെടും. ഞാൻ നിങ്ങൾക്കൂടി പ്രാർത്ഥിക്കാം. എന്നാൽ നിങ്ങളൊന്ന് പറയാൻ തയ്യാറായിക്കോ. നിങ്ങളുടെ ഭാരങ്ങളെയും വിഷമങ്ങളെയും പരിഹരിക്കാനായി കർത്താവ് വാതിൽ തുറന്നിട്ടിരിക്കുക. കർത്താവ് കാത്തിരിക്കുക ആ കാഴ്ചവട്ടിൽ നാം വന്നിരിക്കുന്നത് കാണുവാൻ. അവൻ നമുക്കൂടി പ്രവർത്തിക്കുവാൻ ശക്തനാണ്. എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. പ്രിയ കർത്താവേ, ഈ വചനം കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവര് എന്തുമാത്രം ഭാരങ്ങൾ വഹിച്ചുകൊണ്ടാണ് സന്ദേശം കേൾക്കുന്നത്. ഒരുപാട് കർത്താവ് ആകുലങ്ങൾ, ഇന്ന് ഞാൻ എങ്ങനെ ജയിക്കും, ഇന്ന് എനിക്ക് എന്താണ് പ്രതിസന്ധി, ഇന്ന് എനിക്ക് എങ്ങനെ മുൻപോട്ട് പോകും, കഴിയും എന്നൊക്കെ ഒത്തിരി പ്രയാസപ്പെടുന്നുണ്ട്. കർത്താവ് ഈ ദിവസങ്ങളിൽ നേരിടുന്ന പ്രതിസന്ധികളിൽ ദൈവികമായൊരു മറുപടി ഉണ്ടാക്കട്ടെ. നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും. നീതിമാൻ കുലുങ്ങിപ്പോകാനും ഒരു നാളും സമ്മതിക്കില്ല. ഞങ്ങളത് വിശ്വസിക്കുന്നു. ഈ ഭാരങ്ങളെ നിന്റെ സന്നിധിയിൽ ഇറക്കി വെക്കുമ്പോൾ എല്ലാം കർത്താവ് ഹൃദയത്തിന്റെ ശൂന്യതകളെ, കർത്താവ് ഹൃദയത്തിൽ നിന്ന് ഭാരങ്ങൾ എടുത്തു കളഞ്ഞിട്ട് സ്വസ്ഥതയും സമാധാനങ്ങളുടെ ഹൃദയത്തിൽ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അമ്മയെ സകല ബുദ്ധിയും കവിയുന്ന ദൈവത്തിന്റെ സമാധാനം ഇവർക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അവിടുത്തെ മക്കളുടെ ഭാരങ്ങളെല്ലാം കർത്താവ് എടുത്തു കളയും. ലോകത്തിന്റെ പാപത്തെ ചുമന്നൊഴിക്കുന്ന ദൈവകുഞ്ഞാണ്. പാപത്തിന്റെയും ശാപത്തിന്റെയും ഭാരത്തിന്റെയും ശക്തികളെല്ലാം മാറിപ്പോകട്ടെ യേശുവിന്റെ നാമത്തിൽ. ദൈവത്തിന്റെ പുത്രൻ തന്നെ ഞങ്ങൾക്കൂടി പ്രവർത്തിക്കുക, അത്ഭുതം ചെയ്യും. പ്രാർത്ഥന കേട്ടതോടെ സ്തോത്രം, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. നമ്മുടെ ഭാരം കർത്താവിന്റെ അടുക്കിലേക്ക് പറയാം. നമുക്ക് വേണ്ടി കർത്താവ് ന്യായമായി വ്യവഹാരം ചെയ്യും, തക്ക സമയത്ത് മറുപടി തരും. ആമേൻ. ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ കുറച്ചു പേർക്ക് പങ്കുവയ്ക്കുക. ഗോഡ് ബ്ലസ് യു. ഹാവ് എ വെരി ബ്ലെസ്ഡ് ഡേ.